സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് മാസം ഒരു 30,000 രൂപ ഉണ്ടാക്കിയാലും പറയുമ്പോൾ നടക്കില്ല എന്നൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നുമെങ്കിലും കറക്റ്റായിട്ട് ചില റൂൾസ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് നോളജ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. So without further delay, let's get into the video. I am Adil Hussain. Welcome to my channel. സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. ഇനിയിപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ആളുകൾ പോലും പറയുന്നത് അയ്യോ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും ചെയ്യല്ലേ, പൈസ കളയുന്ന പരിപാടിയാണെന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 2017 ഞാൻ പാൻ കാർഡ് എടുക്കുന്നത്. ഈ പാൻ കാർഡ് എടുത്തതിൻ്റെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഏകദേശം ആ സമയം മുതലാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ പഠിക്കാനും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേയൊക്കെ നോക്കാനും തുടങ്ങി. ആ ഒരു സമയത്തൊക്കെ കൂടുതൽ സ്വിംഗ് ട്രേഡ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിടും, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാനോ അറിയാനോ ഉള്ള സോഴ്സസ് ഒന്നുമില്ല. ഏതെങ്കിലും വെബ്സൈറ്റിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ വായിച്ചായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചത്. പക്ഷേ 2020 ലോക്ക്ഡൗൺ ആയപ്പോഴേക്കും യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് വന്നു. പ്രോപ്പറായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെപ്പറ്റി കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കുറച്ചുകൂടെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പതിയെ ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനു മുമ്പ് വരെ എനിക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്ന ഒരു പേടിയുള്ളൊരു പരിപാടിയാണ്. ഈ 2020 മുതൽ ഞാൻ പതിയെ ഇൻട്രാഡേ ട്രേഡ്സ് ഒക്കെ എടുത്തു തുടങ്ങി. ആദ്യമൊക്കെ സത്യം പറയാമല്ലോ നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പൈസ പോയ പരിപാടിയായിരുന്നു. അങ്ങനെ പതിയെ കുറച്ച് നാൾ ഈ പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു. അത്രത്തോളം നമുക്ക് പറ്റുന്നൊരു പരിപാടിയല്ലെന്ന് എനിക്ക് തോന്നി. കാരണം അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്, പിന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഒരു ദിവസം ഒരു 500 രൂപ കിട്ടിയാൽ പിറ്റേ ദിവസം ഒരു 1000 രൂപ പോകും. ഇതായിരുന്നു ആ ഒരു സമയത്തൊരു സ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് കുറച്ച് നാൾ ഇൻട്രാഡേ ട്രേഡ് നിർത്തിവെച്ചു. വീണ്ടും ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ സ്വിംഗ് ട്രേഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഒരു മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സ്കാൽപ്പേഴ്സ് ആണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈമിനുള്ളിൽ ട്രേഡ് എടുക്കുക, ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക. അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ നോക്കി. അത് കുറച്ച് നാൾ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിയൽ ആയിട്ടൊരു ട്രേഡ് എടുക്കാൻ തീരുമാനിച്ചു. 50,000 രൂപ ക്യാപിറ്റലും ഉണ്ട്. സ്കാൽപ്പിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സ്കാൽപ്പിങ്ങിലേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ അന്ന് മുതലാണ് ഞാൻ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം 1000 രൂപ പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഈ സ്കാൽപ്പിംഗ് തുടങ്ങിയ പിന്നെയാണ് ശരിക്കും ഇൻട്രാഡേയിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു 4 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന സ്കാൽപ്പിംഗ് ടെക്നിക്കാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള മാത്രമുള്ള കാര്യമല്ല, 4 വർഷം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ച ഒരു ടെക്നിക്കാണ്. സോ ഇത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിമം നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 റുപ്പീസാണ്, 50,000 രൂപയാണ്. പിന്നീട് നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഒന്നും അറിയാത്ത ഒരാൾക്ക് തീർച്ചയായും